ജിന്നുകളുടെ കട്ടുകേൾവിയാണ്. ജിന്നുകളുടെ കട്ടുകേൾവി. ജിന്നുകൾ ആകാശലോകത്ത് പോയി കട്ട് കേൾക്കാറുണ്ടോ ഇല്ലേ? ഏതായാലും ഒരു കാലത്ത് ഇത്തിഫാക്കാണ്, അടിമതിനെ പറ്റി പണ്ടുണ്ടായിരുന്നു, ഇപ്പല്ലാന്ന്. ആയിക്കോട്ടെ, ശിർക്കായത് പണ്ടുണ്ടാവോ? ശിർക്കായത് പണ്ടുണ്ടാവില്ലല്ലോ. ആ പണ്ടെങ്ങനെ ഉണ്ടായത്? അന്നെങ്ങനെ പറ്റിയത്? അപ്പൊ സംഭവ്യമാണ് വന്നല്ലോ. ഇനിയിപ്പോ തടയപ്പെട്ടില്ലായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, വിഷയമല്ല. പണ്ടേതായാലുണ്ടല്ലോ. എന്നാൽ ഇപ്പോഴും ഉള്ള ചൈൽഡൊക്കെ ഉണ്ട്, ഇല്ലാത്തുണ്ട്, ഉള്ളതുണ്ട്. പണ്ട് കുറച്ചുകൂടി വ്യാപകമായിട്ടുണ്ടായിരുന്നു, ആ വ്യാപകമായത് ഇപ്പോഴില്ല എന്നേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും സഹോദരങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയതല്ല. കട്ടുകേൾവിയിൽ പറയട്ടെ അലിമദനി, ഒരായത്ത് വിശദീകരിക്കുന്നിടത്തും അമാനി മൗലവി ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പല മാർഗങ്ങളെക്കുറിച്ച്. ഇനി ഒരു മാർഗമുള്ളത് മലക്കുകളിൽ നിന്ന് കേൾക്കുകയും എന്നിട്ട് അത് ഭൂമിയിൽ വന്ന് ഓതിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു. ഇതിനും നിവൃത്തിയില്ല. കാരണം പിശാചുക്കൾ മുമ്പ് ആകാശം വരെ കയറിപ്പോവുകയും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കേൾക്കുവാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുവാൻ ആരംഭിച്ചത് മുതൽക്ക് പിശാചുക്കളുടെ ആകാശത്തേക്കുള്ള കയറ്റവും മലക്കുകളിൽ നിന്ന് കേൾക്കുവാനുള്ള സാധ്യതയും തീരെ തടസ്സം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ കാര്യം സമയം വളരെ പരിമിതമാണ്. ഈ സൂറത്തു ഹിജ്റിന്റെ 17-ാമത്തെ വചനത്തിൽ, അതുപോലെ സൂറത്തു ഷ്വാറാന്റെ 220 മുതൽ 223 വരെയുള്ള വചനങ്ങളിൽ, അതേ രീതിയിൽ പിന്നെ സൂറത്തു ഷ്വാറായിലെ തന്നെ ഇന്നഹും അനിസ്സംഇ ലമഅ്സൂലൂൻ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്തൊക്കെ തർജുമാനിൽ ഖുർആനിലും അതുപോലെ തന്നെ അമാനി മൗലവിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പ്രമാണബദ്ധമായി പരിശോധിച്ചാൽ ഈ കട്ടുകെട്ട് പറഞ്ഞു കൊടുക്കണ ഏർപ്പാടേ എന്നില്ലാന്ന്. മലക്കുകൾ മനുഷ്യരിൽ നിന്നല്ല കട്ടുകെട്ടിരുന്നത്, മലക്കുകളുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് ജിന്നുകൾ കട്ടുകെട്ടിരുന്നത്. ജിന്നുകൾ മനുഷ്യരിൽ നിന്നല്ല കട്ടുകെട്ടിരുന്നത്, മലക്കുകളുടെ സംഭാഷണങ്ങളിൽ നിന്നാണ്. ആ ഏർപ്പാട് ഇപ്പില്ല. ഏർപ്പാടേ ഇല്ല. അപ്പൊ കട്ടുകേൾവിയല്ലാത്ത കട്ടുവായനപ്പുള്ളത്. കട്ടുവായനപ്പുണ്ട്. ഫുള്ള് വായിച്ചാലോ കട്ടുകേൾവി ഉണ്ടാവും. യഥാർത്ഥത്തിൽ എന്താ വിഷയം? ജിന്നുകൾ ഒരു കാലഘട്ടത്തിൽ ആകാശത്ത് കയറിപ്പോയി യഥേഷ്ടം ചെന്ന് സംസാരങ്ങൾ കേൾക്കുമായിരുന്നു. അത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. നബിതങ്ങളുടെ വരവിന് മുമ്പ്, ഈസാ നബിക്ക് ശേഷം മുഹമ്മദ് നബിയുടെ ആഗമനം വരെ ഒരു തടസ്സവുമില്ലാത്ത വിധം അവർക്ക് ആകാശത്ത് കയറിപ്പോകാമായിരുന്നു. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചു, വഅന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബാ. ജിന്നുകൾ പറയുന്ന വാചകം, ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ ശക്തമായ കാവൽ ഏർപ്പെടുത്തപ്പെട്ടതായി കണ്ടു. അത് നബിയുടെ വരവോടുകൂടി, നബിയായതോടുകൂടി ഉണ്ടായ പ്രതിഭാസമാണ്. ഹദീസിൽ കാണാം, ജിന്നാള് പോയിട്ട് ആകാശത്ത് കയറാൻ നോക്കുമ്പോൾ ഫുൾ കാവല്. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇബ്ലീസ് എടുത്ത് പോയി ഇബ്ലീസിനോട് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, പഴയ പോലെ കയറാൻ പറ്റുന്നില്ല. ഇബ്ലീസ് പറഞ്ഞ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കുക. അതൊക്കെ ഹദീസിലുള്ളതാണ്. നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ മൊത്തം അന്വേഷിച്ചു, എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോഴാണ് നബിതങ്ങൾ കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്നതായി കണ്ടു. ഖുർആനിക വചനങ്ങൾ ഓതുന്നു. ഇബ്ലീസ് പറഞ്ഞു, വേറൊന്നും ആലോചിക്കേണ്ട തന്നെയാണ് കാരണം. നബി വന്നു. ഇതോടുകൂടി നമുക്ക് ഇനി കയറാൻ പറ്റാത്ത കോലത്തിലായി പോയി. ഇത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അതാണ് കട്ടുകേൾവി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചെന്ന് മലക്കുകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ, മലക്കുകൾക്ക് ലഭിക്കുന്ന വിവരങ്ങളെ ജിന്നുകൾ പോയി കട്ട് കേൾക്കും. എന്തിനാ കട്ട് കേൾക്കുന്നത് അറിയോ? കട്ട് കേൾക്കുന്നതിനാ മനുഷ്യന്മാരെ ശിർക്ക് കൊണ്ടുപോകാനാ. ആ കേട്ട കാര്യവുമായി ഭൂമിയിലേക്ക് വന്നിട്ട് ജ്യോത്സ്യന്മാർക്ക്, പണിക്കന്മാർക്ക്, കണക്കന്മാർക്ക്, തങ്ങന്മാർക്ക്, ബീവിമാർക്ക്, ജിന്ന് സേവകന്മാർക്ക്, ശിർക്കിൻ്റെ ആളുകൾക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിനെ കൂടെ 100 കളവ് കൂട്ടിച്ചേർക്കും. അങ്ങനെ തങ്ങളെ കാണാൻ ഒരാൾ വരുമ്പോഴേക്ക് തങ്ങൾ ഇങ്ങോട്ട് പറയും, ആ സ്വർണ്ണമാല കാണാനില്ലേ. അപ്പൊ ഇയാൾ വിചാരിക്കും, ഓ തങ്ങൾ ഭയങ്കര കറാമത്താട്ടോ, എന്നെ കണ്ടപ്പോഴേക്ക് പ്രശ്നം പറഞ്ഞല്ലോ. സംഗതി കറാമത്തല്ല, സംഗതി ശൈത്താനിയത്താണ്. ഇത് പഴയ കാലത്ത് വ്യാപകമായിരുന്നു. അതുകൊണ്ട് അന്ന് ഭൂമിയിൽ ശിർക്ക് വ്യാപകമായിരുന്നു. കഅബയിൽ പോലും വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു, ആരാധിക്കപ്പെട്ടു. നബിതങ്ങൾ വന്നപ്പോൾ അതിന് കാവലേർപ്പെടുത്തപ്പെട്ട നിയന്ത്രണമുണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യസ്മഊന
ഇലൽ മലഇൽ അഅ്ലാ, മലഉൽ അഅ്ലയിലേക്ക് ചെവി കൊടുക്കുകയില്ല. അവർ ഉന്നതമായ സ്ഥാനത്ത് പോയി കേൾക്കാൻ ഇനി കഴിയില്ല. വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും അവർ ആട്ടിയോടിക്കപ്പെടുക തന്നെ ചെയ്യും. ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, അവർക്ക് വലിയ ശിക്ഷയുണ്ട്, ബഹിഷ്കൃതരായിക്കൊണ്ട് അവർ അവിടുന്ന് ആട്ടപ്പെടും. എന്നിട്ട് അർത്ഥായത് എന്താ? ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫ, ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫ, പക്ഷേ ആരെങ്കിലും പെട്ടെന്ന് വല്ലതും റാഞ്ചെടുക്കുകയാണെങ്കിൽ ഒഴികെ. അപ്പെന്താ? ചിലത് ബാക്കിയുണ്ട്, കാവലുണ്ട്, തടസ്സമുണ്ട്, എന്നാലും അതിനിടയിൽ നിന്ന് ഖതിഫൽ ഖത്ഫ, പെട്ടെന്ന് വല്ലതും റാഞ്ചെടുത്ത് പോരാൻ ഒരു പക്ഷേ പറ്റിയേക്കാം എന്നാണ് സൂറത്ത് സ്വാഫാത്തിലെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ജിന്ന് തട്ടിയെടുത്തിട്ട് അവരെ കാതിൽ കൊണ്ടുപോയി കുറുകി കൊടുക്കുകയാകുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ചില കേൾവികൾ ബാക്കിയുണ്ട്. എന്നാ വഹയി കേൾക്കാൻ കഴിയോ? ഇല്ല, തടയപ്പെട്ടു. മലവുൽ അഴയിൽ പോയി ഇരുന്ന് കേൾക്കാൻ കഴിയുമോ? ഇല്ല, തടയപ്പെട്ടു. എന്നാ മലക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കാൻ ചിലപ്പോൾ ജിന്നിന് പറ്റും. പക്ഷെ അത് കേൾക്കുമ്പോഴേക്ക് അവന് അപ്പോഴേക്ക് അവന് തുളച്ചു കയറുന്ന തീജ്വാല അവന്റെ പിന്നാലെ വരും. ആ തീജ്വാല വരുമ്പോഴും അതിനെ മറികടന്ന് ചിലപ്പോൾ അവൻ കേൾക്കും, ചിലപ്പോൾ അവൻ ഇത് കത്തിക്കഴിഞ്ഞു പോകും. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്ത് വ്യാഖ്യാനിക്കുക പറയുന്നു, ലാകിൻ മനിസ്തറഖ സമഅ ഐ അൽ ഖത്ഫതൽ യസീറ, ചെറിയ വല്ല തട്ടിയെടുക്കലും ചെയ്തേക്കാം. ഫഹുവ ഇസ്തിസ്നാഉൻ മുൻഖതിഉൻ വഖിൽ ഹുവ മുത്തസിലുൻ ഐ ഇല്ലാ മിമ്മൻ ഇസ്തറഖ സമഅ, ചെറിയ ചെറിയ റാഞ്ചെടുക്കലൊക്കെ ഒഴികെ. ഐ ഹഫിദ്ന സമാഅ മിന ശയാതീൻ അൻ തസ്മഅ ശൈഅൻ മിൻ വഹയി വഗൈരിഹി ഇല്ലാ മൻ ഇസ്തറഖ സമഅ, ചിലതൊക്കെ തട്ടിയെടുത്ത് കേട്ടെങ്കിൽ ഒഴികെ ഫഇന്നാ ലം നഹ്ഫൽഹാ മിൻഹു, അതിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ല. വഹയി കേൾക്കാൻ പറ്റൂല, വഹയി കൊടുക്കുമ്പോൾ കേൾക്കാൻ കഴിയില്ല. പക്ഷെ മലക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മാറി നിന്നും കേൾക്കും. പക്ഷെ അപ്പോഴേക്ക് ഫൈനഹും യഖദിഫൂനഹു വഇദസ്തമഅ ശയാതിന ശൈഇൻ ലൈസ ബിവഹയിൻ, വഹയല്ലാത്ത വല്ലതുമൊക്കെ കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോഴേക്ക് ശിഹാബുൻ സാഖിബ്, തീജ്വാല വരും. പക്ഷെ ആ തീജ്വാല വരുമ്പോഴേക്ക് ചിലതവന് കിട്ടും. കിട്ടിയാലോ പെട്ടെന്ന് അവൻ കണ്ണ് വെച്ചെമ്മി തുറക്കുന്നതിനിടയിൽ അവൻ ജ്യോത്സ്യന്മാർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്ക് അവനകത്ത് തീജ്വാല വരുന്നു. ഒരു പക്ഷെ ആ തീജ്വാല കരിച്ചു കളയും, അല്ലെങ്കിൽ അവനെന്തെങ്കിലും പരിക്കേൽപ്പിക്കുന്നു. ഇബ്നു അബ്ബാസും ഹസൻ ബസരിയും പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായം. ഇമാം ഖുർത്തുബിന്റെ വകല്ല, ഇബ്നു അബ്ബാസിന്റെയും ഹസൻ ബസരിയും അഭിപ്രായമാണ്. അതുതന്നെ ഇബ്നു കസീർ റഹിമഹുല്ലയും തഫ്സീറിൽ കാണാം. അദ്ദേഹം ഹദീസ് അടക്കം എടുത്തുകൊണ്ട് പറഞ്ഞു, നബി തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, അല്ലാഹു തആല ആകാശത്തിൽ കാര്യം തീരുമാനിച്ചാൽ മലക്കൾ ചിറകടിക്കും, അതിനിങ്ങനെ താഴ്മ കാണിക്കും. അങ്ങനെ ആ സമയത്ത് അതാണ് കഴിഞ്ഞാൽ മലക്കൾ തമ്മിൽ ചോദിക്കും, മാതാ ഖാല റബ്ബുക്കും, എന്താ റബ്ബ് പറഞ്ഞത് എന്ന് മലക്കൾ ചോദിക്കും. അങ്ങനെ മലക്കൾ തമ്മിൽ ഇതേക്കുറിച്ച് പറയും. അല്ലാഹ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഫയസ്മഉഹാ മുസ്തരിഖു അസ്സംഇ, അപ്പൊ കട്ട് കേൾക്കാൻ പറ്റുന്ന ആളുകൾ ഇത് കേൾക്കും. ഇത് മലക്കൾ തമ്മിൽ പറയുമ്പോൾ അത് പോയി കേൾക്കും. അവരെങ്ങനെ കേൾക്കാം? ഒരാളുടെ മീതെ എന്ന നിലക്ക് ഇങ്ങനെ മേൽക്കുമേലിങ്ങനെ കയറി നിൽക്കും. റിപ്പോർട്ടറായ സുഫിയാൻ കൈ ഇങ്ങനെ കാണിച്ചു, ഇതിന്റെ മീതെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മേൽക്കുമേലെ നിൽക്കും. ഹദീസ് അതൊക്കെ അങ്ങനെ. ചിലപ്പോൾ അത് കിട്ടിയ വാർത്ത താഴോട്ട് കൊടുക്കും മുമ്പ് തീജ്വാല വന്ന് അവൻ കത്തിക്കഴിഞ്ഞു പോകും. ചിലപ്പോൾ തീജ്വാല എത്തില്ല, അപ്പോഴേക്ക് അടുത്ത ആൾക്ക് അവൻ കൈമാറി കൊടുക്കും, അവൻ താഴേക്ക് കൊടുക്കും, അങ്ങനെ ഭൂമിയിലേക്ക് എത്തും. അപ്പോഴേക്കോ മറ്റാൾക്ക് ചിലപ്പോൾ ഏറ് കിട്ടുകയും ചെയ്യും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. അപ്പൊ ചില കേൾവികൾ നിലനിൽക്കുന്നുണ്ട്. അതാ ജ്യോത്സ്യന്മാർക്ക് ലഭിക്കുന്നത്, അതാ സിദ്ധന്മാർക്ക് ലഭിക്കുന്നത്. അതാണ് ഇവിടെ പലരും കറാമത്ത് കഥ എന്ന പേരിൽ കൊണ്ടുവരുന്നത്. ശൈഖനെ കണ്ടു, മറ്റാളെ കണ്ടു, ഇവരെ കണ്ടു, അവര് വന്നു, ഇവര് വന്നു, അവര് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അത്തരം പൈശാചികമായ സഹായങ്ങളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന്, ഈ തഫ്സീറിൽ നിന്ന് എല്ലാം മനസ്സിലാകുന്നത്.
അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് പ്രമാണങ്ങളുടെ പാരമ്പര്യമില്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവുമില്ല. മാത്രവുമല്ല അമാനി മൗലവിയും റഹിമഹുല്ലാ ഇക്കാര്യം എഴുതിയിട്ടുണ്ട് സൂറത്തുൽ ശുഅറായില്. സൂറത്തുൽ ശുഅറായിൽ തന്നെ പറഞ്ഞല്ലോ, എന്തേ ഫുള്ള് വായിക്കാതെ പോയത്? സൂറത്തുൽ ശുഅറായിൽ അമാനി മൗലവി പറഞ്ഞു, അദ്ദേഹം കട്ട് വായിച്ചു, കട്ടുകേളിവിന്റെ വിഷയം. അമാനി മൗലവി സൂറത്തുൽ ശുഅറായിൽ പറഞ്ഞു, ഇമാം ബുഖാരി ആയിഷയിൽ നിന്നും ധരിക്കുന്ന ഒരു ഹദീസ് ഈ വിഷയം വ്യക്തമാക്കുന്നു. ഹദീസ് ഇപ്രകാരമാണ്: ചില ആളുകൾ ഗണിതന്മാരെ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് നബിയോട് ചോദിക്കുകയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നും തന്നെയല്ല, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അവർ ചോദിച്ചു, അവർ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാകാറുണ്ടല്ലോ. അപ്പോൾ തിരുമേനി ഇങ്ങനെ മറുപടി പറഞ്ഞു, തിൽക്കൽ കലിമത്തു ബിഹഖി യഖ്തിഫുഹാ അൽ ജിന്നിയ്യു, ആ യഥാർത്ഥമായി പതിരുന്ന ആ വാക്ക് ജിന്നുവർഗത്തിൽപ്പെട്ടവർ തട്ടിയെടുക്കുന്നതാണ്. എന്നിട്ട് അവൻ തൻ്റെ ബന്ധുക്കളുടെ കാതിൽ പിടക്കോഴി കറകറ എന്ന് കുറുകും പ്രകാരം അത് കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ അതിൽ കൂടി 100 കളവും കൂട്ടിക്കലർത്തുന്നു. ഇമാം ബുഖാരി ഈ വിഷയമായി ബുഖാരി, മുസ്ലിം മുതലായവർ പല മാർഗങ്ങളിലൂടെ ഇത്തരം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് കൂടി അമാനി മൗലവി ശേഷം അവിടെ പറയുന്നു. പല മാർഗങ്ങളിൽ നിന്നും ഹദീസുകൾ വേറെയും ഉദ്ധരിച്ചു കാണാം. പിശാചുക്കൾ മലക്കളിൽ നിന്ന് കട്ട് കേൾക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് ഈ ഹദീസിൽ ജിന്നുവർഗത്തിൽപ്പെട്ടവർ തട്ടിയെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ കട്ടുകേൾവി ഉണ്ട് അമാനി മൗലവിയോട് പറഞ്ഞത്. വഹി കേൾക്കാൻ പറ്റോ? ഇല്ല, അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ടു. അപ്പൊ അവിടെയും നിങ്ങൾക്ക് പാരമ്പര്യമില്ല. കാരണം പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല.